ഇന്ന് ഞാൻ ഈ പേരിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. ആദ്യത്തെ അക്ഷരമായ എസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമൂസയാണ് കഴിക്കുന്നത്. അങ്ങനെ സമൂസ കഴിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ അക്ഷരമായ എസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങനെ എരുമേലിലെത്തി. കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു മുടി വെട്ടണമെന്ന്. അങ്ങനെ നേരെ കയറിയപ്പോൾ മുടി വെട്ടി. ഇപ്പോഴത്തെ ഈ ഒരു കോലവേ ഉള്ളൂ. ഒരു കുളി കഴിഞ്ഞാൽ എല്ലാം പോയി. മുടി വെട്ടിയത് കൊള്ളാമോ എന്ന് കമൻറ്റ് ചെയ്യണേ. രണ്ടാമത്തെ അക്ഷരം ആറാണ്. ആറിന് വേണ്ടി ഞാൻ റസ്ക് ആണ് കഴിക്കുന്നത്. അങ്ങനെ റസ്ക് കഴിച്ചിട്ട് രണ്ടാമത്തെ അക്ഷരമായ 6 ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. മുടി വെട്ടിയത് കൊണ്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി. ഇനി അടുത്ത അക്ഷരം ഇ ആണ്. ഇക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ എക്ലെയറിൻ്റെ മുട്ടായിയാണ് കഴിക്കുന്നത്. അങ്ങനെ ഇ എന്ന അക്ഷരം ഞാൻ ഈ എക്ലെയറിൻ്റെ മുട്ടായി കഴിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് വീണ്ടും ഇ എന്ന അക്ഷരം തന്നെയാണ്. അതിനുവേണ്ടി എലൈറ്റിൻ്റെ കേക്കാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ എലൈറ്റിൻ്റെ കേക്ക് കഴിച്ചിട്ട് രണ്ടാമത്തെ ഇ ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് 6 എന്ന അക്ഷരമാണ്. 6 എന്ന അക്ഷരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ റോബസ്റ്റയുടെ പഴമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ റോബസ്റ്റ പഴം കഴിച്ചുകൊണ്ട് അഞ്ചാമത്തെ അക്ഷരമായ 6 ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിന് 6ാമത്തെ അക്ഷരമായ എ ആണ്. എക്ക് വേണ്ടി ഞാൻ ഈ ആപ്പി ഫിസാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതൊക്കെ കഴിച്ചുകൊണ്ട് നല്ല ദാഹം ഉള്ളതുകൊണ്ട് ആപ്പി ഫിസ് തുറന്നുടനെ ഒറ്റ കുടി ഞാൻ കുടിച്ചു. അടുത്തതിന് അവസാനത്തെ അക്ഷരമായ ജി ആണ്. ജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ മാംഗോ ആണ് കഴിക്കുന്നത്. ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. എല്ലാവരും പേര് കമൻറ്റ് ചെയ്തേക്കുന്ന കണ്ടു. ഓരോ ദിവസങ്ങളായിട്ട് ചെയ്യാമേ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.